ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നലെ നമ്മൾ തോമാസ് ലീഗയുടെ വിശ്വാസ പ്രഖ്യാപനം വിവിധ ഭാഷകളിൽ ഗ്രീക്ക്, ഹീബ്രു, അരാമിയ, സുറിയാനി, ലത്തീൻ ആ ഭാഷകളിൽ അതിന്റെ പ്രാധാന്യവും അന്ന് ഈ ഭാഷകൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നതും ഇന്നും അതിന്റെ പ്രസക്തിയൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. നമുക്ക് ആ വചനം ഒന്നുകൂടി കേൾക്കാം. ഈ തിരുവചനത്ത് എന്താ എഴുതിയിരിക്കുന്നത്? തോമ അവനോട്, അതായത് ഈശോയോട് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. തോമാസ് ലീഹ ഈശോയോട്, അവനോട് അവിടെ എഴുതിയിരിക്കുന്നത്, അവനോട് പറഞ്ഞു, ഈശോയോട് പറഞ്ഞു, ദൈവത്തോടല്ല, ഈശോയോട് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അത് ഹീബ്രു ഭാഷയിൽ എങ്ങനെ വരും? ഗ്രീക്കിൽ നമ്മൾ കണ്ടതാണ്, ഹീബ്രുവിലും കണ്ടതാണ്. ഹീബ്രുവിൽ എങ്ങനെയാ വരിക? അദോണി വാ എലോഹായി. അദോണി, അദോണി എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ്, യാഹ്വേ. യാഹ്വേ എന്ന് എഴുതിയാലും അദോണി എന്ന് ഉച്ചരിക്കുക. അപ്പോ എന്റെ യാഹ്വേ, എന്റെ എലോഹിം എന്നാണ് തോമാസ് ലീഹ ഈശോയോട് പറഞ്ഞത്. എന്താണ് ഇതിന്റെ പ്രസക്തി? വളരെ പ്രസക്തിയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു പ്രശ്നം എന്താണ്? യഹോവ സാക്ഷികൾ. എന്താണ് യഹോവ സാക്ഷികൾ പറയുന്നത്? ഈശോ ദൈവമല്ല, വെറും ദൈവപുത്രൻ മാത്രമാണ്. ഈശോ ദൈവമല്ല, ദൈവപുത്രൻ മാത്രമാണെന്നാണ് യഹോവ സാക്ഷികൾ പ്രചരിപ്പിക്കുന്നത്. അവർ പ്രചരിപ്പിക്കുന്നതിന് കടകവിരുദ്ധമാണ് തിരുവചനം, ബൈബിൾ പറയുന്നത്, അവരുടെ ബൈബിൾ അടക്കം. അപ്പോൾ ചിലപ്പോ നിങ്ങൾ പറയും, അവിടെ ദൈവം എന്ന് പറഞ്ഞത് ഒരു ദേവൻ എന്ന അർത്ഥത്തിലാണ്, ഒരു ലെസർ ഗോഡ്. അതുപോലെ കർത്താവ് എന്ന് പറഞ്ഞത് വെറും ഒരു സാർ എന്ന അർത്ഥത്തിലാണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, യഹോവ സാക്ഷികളും പറയുമായിരിക്കും. നിങ്ങൾ ഗ്രീക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ ഹോ ക്യൂരിയോസ് മു എന്നാണ് അവിടെ. ഹോ ക്യൂരിയോസ്, ഏതെങ്കിലും ഒരു കർത്താവല്ല, ആ കർത്താവ്, ഏക കർത്താവ്. ഹോ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ്. ദ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ, ഗ്രീക്കിൽ ഹോ. അതുപോലെ തന്നെ ഹോ തെയോസ് മു എന്നാണ് ഗ്രീക്കില്. തെയോസ് എന്ന് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇല്ലാഞ്ഞിട്ടല്ല, അവിടെയുണ്ട് ഹോ തെയോസ്, ദ ഗോഡ് എന്നാണ് ശരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. പക്ഷെ ഗോഡിന് മുമ്പിൽ ദ വെക്കാത്തത് കൊണ്ട്, ഗ്രാമർ അനുസരിച്ച് വെക്കാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അവിടെ ഹോ തെയോസ്, ഏതെങ്കിലും ദേവനല്ല, ആ ദൈവം. അപ്പോൾ ശരിക്കും തർജ്ജമ ചെയ്താൽ ഗ്രീക്കില് ഉള്ള, അതാണ് തിരുവചനം. തിരുവചനം ഗ്രീക്കിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഗ്രീക്കിലെ തിരുവചനം ശരിക്കും തർജ്ജമ ചെയ്യുകയാണെങ്കിൽ എന്റെ ആ കർത്താവേ, എന്റെ ആ ദൈവമേ എന്നാണ്. എന്റെ ആ കർത്താവ്, ഏത് കർത്താവ്? പഴയ നിയമത്തിലെ യാഹ്വേ. എന്റെ ആ ദൈവമേ, പഴയ നിയമത്തിലെ ആ ദൈവം, ഏകസത്യ ദൈവം. എന്റെ ഏക കർത്താവും ഏകസത്യ ദൈവവുമായ ഈശോയെ എന്നാണ് തോമാസ് ലീഹ ഈശോയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. അപ്പോൾ യഹോവ സാക്ഷികളോട് പറയുകയാണ് തോമാസ് ലീഹ, നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. ഈശോ കർത്താവും ദൈവവുമാണ്. പഴയ നിയമത്തിൽ യാഹ്വേ എന്ന നാമത്തിൽ വെളിപ്പെടുത്തിയ കർത്താവ് പുതിയ നിയമത്തിൽ യേശുവ എന്ന യേശുവാണ്. പഴയ നിയമത്തിൽ എലോഹിം എന്ന വാക്കുകൊണ്ട് നമ്മൾ ആരെ വിളിച്ചിരുന്നുവോ ആ ദൈവം, അതാണ് ഈശോ. അപ്പോൾ അതിനകത്ത് അർത്ഥം ദൈവം പരിശുദ്ധ തൃത്വമാണ് എന്നാണ്. പരിശുദ്ധ തൃത്വമാണ്, ദൈവം ദൈവമാണ്, ഈശോയും ദൈവമാണ്, പിന്നെ പരിശുദ്ധാത്മാവും ദൈവമാണ്. അപ്പോൾ മൂന്ന് ദൈവങ്ങളല്ല, ഒരൊറ്റ ദൈവം, മൂന്നാളുകൾ. ആള് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് കടക്കുക. നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ആളല്ല എന്നൊക്കെ. ഈ എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്നുള്ളത് നമ്മൾ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ സങ്കീർത്തനം 35:23 നോക്കിയേ. സങ്കീർത്തനം 35:23, എന്റെ ദൈവവും എന്റെ കർത്താവും ആയിട്ടുള്ളവനെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്റെ ദൈവവും എന്റെ കർത്താവും ആയിട്ടുള്ളവനെ. അവിടെ ഹീബ്രുവിൽ എന്താണ്? എലോഹായി വാ അദോണായി. എലോഹായി വാ അദോണായി. എന്റെ ദൈവവും എന്റെ കർത്താവും ആയിട്ടുള്ളവനെ, ഉണർന്ന് എന്റെ ന്യായത്തിനും വ്യവഹാരത്തിനുമായി ജാഗ്രത പാലിക്കണമേ. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൽ തൊട്ട് മുമ്പത്തെ വചനം നോക്കിയേ, സങ്കീർത്തനം 35:22. ചില ബൈബിളിൽ ഒരു വചനക്ക് വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ചില ബൈബിളുകളിൽ ഇപ്പൊ ഞാൻ 35:22 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 21 ആയിരിക്കാം, ചിലപ്പോൾ 23 ആയിരിക്കാം. നിങ്ങളുടെ ബൈബിളിൽ നോക്കുക, ഒരു വചനം അപ്പുറം ഇപ്പുറവും നോക്കുക. സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരാം. ആദ്യത്തെ വചനം സങ്കീർത്തനത്തിന്റെ ഭാഗമാണോ അല്ലേ എന്നുള്ള അത് ആ തർജ്ജമ ചെയ്യുന്ന ആളുടെ യുക്തം അനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പൊ സങ്കീർത്തനം 35:23, 22, 23. 22 നോക്കുക, അവിടെ എഴുതിയ എന്താണ്? യാഹ്വേ, നീ കണ്ടുവല്ലോ, മൗനമായിരിക്കരുതേ.
കർത്താവേ അദോനായി എന്നോട് അകന്നിരിക്കരുതേ. യാഹ്വേ എന്നാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. യാഹ്വേ നീ കണ്ടുവല്ലോ, മൗനമായിരിക്കരുതേ. താഴെ അദോനായി, കർത്താവെ നമ്മൾ തർജ്ജമ ചെയ്യുന്നു, അദോനായി എന്നോട് അകന്നിരിക്കരുതേ. യാഹ്വേ എന്ന് പറഞ്ഞിട്ട് ആ യാഹ്വേ എന്ന് പറയുന്നത് കർത്താവാണെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. ഇത് പാരലലിസമാണ്, കവിതയാണ്. സങ്കീർത്തന കവിതയാണല്ലോ. മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ വരിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ വരിയിൽ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. യാഹ്വേ നീ കണ്ടുവല്ലോ, മൗനമായിരിക്കരുതേ. കർത്താവെ എന്നോട് അകന്നിരിക്കരുതേ. കർത്താവെ നമ്മൾ തർജ്ജമ ചെയ്യുന്നത് അദോണ എന്ന വാക്കാണ്. അപ്പൊ യാഹ്വയാണ് കർത്താവ്, അദോണ എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ് 35:22. എന്നിട്ടാണ് 23 പറയുന്നത്. 35:22 ഇങ്ങനെ പറഞ്ഞിട്ട് 23 പറയാണ്, എന്റെ ദൈവവും എന്റെ കർത്താവുമായിട്ടുള്ളവനെ എലോഹായ് വ അദോണായ്, ഉണർന്നെന്റെ ന്യായത്തിനും വ്യവഹാരത്തിനുമായി ജാഗ്രത പാലിക്കണമേ. അപ്പോൾ നസറത്തിലെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ യേശുവിനെ നോക്കിയിട്ട് തോമസ് ലീഗ പറയാണ്, ഇവനാണ് എന്റെ യാഹ്വേ, ഇവനാണ് എന്റെ എലോഹിം, ഇവനാണ് എന്റെ കർത്താവും എന്റെ ദൈവവും. ഇത്രമാത്രം വ്യക്തമായി തോമസ് ലീഗ തിരുവചനത്തിലൂടെ ഈശോ ദൈവവും കർത്താവുമാണെന്ന് ഇത്ര വ്യക്തമായിട്ട് എഴുതിയിട്ടും എങ്ങനെയാണ് യഹോവ സാക്ഷികൾക്ക് ഈശോ ദൈവമല്ല എന്ന് പ്രചരിപ്പിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമ്മുടെ നാട്ടില് ഇവര് നമ്മുടെ വീടാന്തരം കയറി വരുമ്പോൾ ഈ യഹോവ സാക്ഷികൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയും? നമുക്ക് എന്താണ് ബുദ്ധി ബോധമില്ലാത്തത്? തിരുവചനം അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ തോമസ് ലീഗയുടെ വിശ്വാസ പ്രഖ്യാപനം ഏറ്റു പറയുന്നവരാണ്. നിങ്ങൾക്ക് യഹോവ സാക്ഷികൾ തെറ്റ് പറ്റിയിരിക്കുന്നുവെന്ന് നമ്മുടെ വീട്ടിൽ അവർ കയറി വരുമ്പോൾ പറയാൻ പറ്റാത്തത് എന്തുകൊണ്ട്? അവർ നമ്മുടെ വീടുകളിലേക്ക് കയറി വരുന്നു, അവരെ ഞാൻ ബഹുമാനിക്കുന്നു. അവർ വിശ്വസിക്കുന്ന തെറ്റാണെങ്കിലും വിശ്വസിക്കുന്ന കാര്യം പ്രചരിപ്പിക്കാൻ വേണ്ടി വീടാന്തരം കയറി ഇറങ്ങുന്നു. അവര് പറയും തെറ്റാണെന്ന് പറയാൻ പോലും നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ, അവർ കയറി വരുമ്പോൾ പറയാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ വിശ്വാസത്തിന് എന്ത് പറ്റി? നമുക്കും അവരുടെ വീട്ടിൽ കയറി ഇറങ്ങി ഇങ്ങനെയല്ലേ ബൈബിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വീടുകൾ കയറി ഇറങ്ങുന്നു, കരോള് നടത്താനും മറ്റു പരിപാടികൾക്കും ഇറങ്ങുന്നു. ഈ വിശ്വാസം പ്രഖ്യാപിക്കാനും നമുക്ക് കയറി ഇറങ്ങിക്കോടെ? ഈ പറഞ്ഞ യഹോവ സാക്ഷികളും ബന്ധക്കോസ്തക്കാരും ദൈവസഭക്കാരൊക്കെ കത്തോലിക്കരായിരുന്നു. അന്ന് ഒരു വീട്ടിലും പോകാത്തവരാണ് ഇപ്പൊ വീടാന്തരം കയറി ഇറങ്ങി സഭാവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കണേ. അവർ കത്തോലിക്കരായിരുന്നപ്പോൾ ചെയ്യാത്ത കാര്യം ഇപ്പൊ ചെയ്യുന്നു. കത്തോലിക്കർക്കും ഈ ഒരു ട്രെയിനിങ് വികാരിച്ചവർ കൊടുക്കണ്ടേ? വീടാന്തരം കയറി ഇറങ്ങി നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ. അലക്സാണ്ട്രിയ ലഭിച്ച സിറില് ഈ വചനത്തെക്കുറിച്ച് ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഹോ തെയോസ് എന്നാണ് തോമ ഈശോയെ വിളിക്കുന്നത്. അലക്സാണ്ടർ ലഭിച്ച സിറിയിൽ പറയുന്നതാണ്. ഹോ തെയോസ്, ഏതോ ഒരു ദേവൻ എന്നല്ല ഇതിനർത്ഥം. പ്രത്യുത ആ ദൈവം എന്നാണ്. ഏത് ദൈവം? പഴയ നിയമത്തിൽ യാഹ്വേ അദോണായ് എന്ന നാമത്തിൽ വെളിപ്പെടുത്തിയ സ്വയം ആവിഷ്കരിച്ച ആ ദൈവം, ഏക സത്യ ദൈവം. അലക്സാണ്ടർ ലഭിച്ച സിറിയിൽ പറഞ്ഞതാ ഹോ തെയോസ്, അതായത് ദ ഗോഡ് എന്നാണ് തോമസ് ലീഗ പറയുന്നത്. അത് ഏതെങ്കിലും ഒരു ദേവനല്ല, ആ ദൈവം എന്നാണ് തർജ്ജമ ചെയ്താല് ഹോ തെയോസ്. ആ ദൈവം എന്ന് പറഞ്ഞാൽ ഏത് ദൈവം? പഴയ നിയമത്തിൽ യാഹ്വേ അദോണായ് എന്ന നാമത്തിൽ സ്വയം ആവിഷ്കരിച്ച ആ ദൈവം, ഏക സത്യ ദൈവം. ആ ദൈവം ഈശോയാണെന്നാണ് തോമസ് ലീഗ പറഞ്ഞത്. അലക്സാണ്ട്രിയ ലഭിച്ച സിറിയിൽ പറഞ്ഞത്. ഈ പെന്തക്കൊസ്ത് ദൈവസഭക്കാര്, അതുപോലെ തന്നെ കത്തോലിക്ക സഭ വിട്ടുപോയിട്ടുള്ള അങ്ങനെയുള്ള ഗ്രൂപ്പുകളോടും തോമസ് ലീഗ ഒരു കാര്യം പറയാനുണ്ട്. നസറത്തിലെ യേശു കർത്താവും ദൈവവുമാണ്. അവരത് വിശ്വസിക്കുന്നുണ്ടാകും. പക്ഷേ കർത്താവും ദൈവമാണ് ഈശോ അവർ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ അതിന്റെ ഒരു വലിയ ധ്വനി അല്ലെങ്കിൽ പൊരുള് അവർ നിഷേധിക്കുന്നു. അതായത് മരിച്ചവരിൽ നിന്ന് ഉയർത്ത ഈശോയെ നോക്കി ആ ഈശോയോട് തോമസ് ലീഗ പറയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവും നീയാണ്. അതെ, അവൻ കർത്താവും ദൈവവുമാണ്. യാഹ്വ എന്ന പേരിൽ സ്വയം വെളിപ്പെടുത്തിയ എലോഹിമാണ് യേശുവ എന്ന യേശു. അതിനാൽ ആ ഈശോയെ യേശുവായെ ഗർഭം ധരിച്ച് പ്രസവിച്ച അമ്മയെ, മറിയത്തെ കർത്താവിന്റെ അമ്മ എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തണേ. ലൂക്കാസിന്റെ സുവിശേഷം 1:43 നിങ്ങൾ വായിച്ചു നോക്കൂ. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അദോണായുടെ അമ്മ, എന്റെ യാഹ്വയുടെ അമ്മ എന്നാണ് അവിടെ എലിസബത്ത് എന്ന യഹൂദ സ്ത്രീ മറിയം എന്ന യഹൂദ സ്ത്രീയെ നോക്കി പറയുന്നത്. ഇവരൊക്കെ യഹൂദന്മാരായിരുന്നു. ഹേ മേത്തർ ടു ക്യൂരിയു എന്നാണ്, ഹേ മേത്തർ ടു ക്യൂരിയു മു, എന്റെ കർത്താവിന്റെ അമ്മ. ഹേ മേത്തർ ദ മദർ ടു ക്യൂരിയു ഓഫ് ദ ലോർഡ്, മു എന്റെ. അപ്പോ
എന്റെ ആ കർത്താവിന്റെ അമ്മ എന്നാണ് ശരിക്കും തർജ്ജമ ചെയ്താല്. എന്റെ ആ കർത്താവിന്റെ യേശുവ എന്ന ഇല്ലേ, യാഹ്വേ എന്ന കർത്താവിന്റെ അമ്മ. ഇത് തിരുവചനമല്ലേ? അപ്പൊ നിങ്ങൾ പറയും കർത്താവ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് നാഥൻ, സർ എന്നൊക്കെയാണെന്ന്. നിങ്ങൾ ഒന്നാമത്തെ അധ്യായം, ലൂക്കാസ് 1-ാമത്തെ അധ്യായം വായിച്ചു നോക്കിയാൽ എവിടെയെങ്കിലും ആ ഒരു അർത്ഥമുണ്ടോന്ന്? ആ അധ്യായത്തിൽ മുഴുവൻ കർത്താവ് എന്ന് പറഞ്ഞ ദൈവമായ കർത്താവിനെയാണ്. അപ്പൊ ഇവിടെ മാത്രം ഈ സാറെന്നാണ് അർത്ഥമെന്ന് നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റണേ? അപ്പൊ കത്തോലിക്ക സഭയോടുള്ള വിരോധവും തിരുവചനത്തോടുള്ള നിങ്ങളുടെ അവഹേളനവുമല്ലേ ആ വ്യാഖ്യാനത്തിന്റെ പുറകിലുള്ളത്? അതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? കർത്താവിനും അവമാനം വരുത്തുന്നു, സ്ത്രീയായ മറിയത്തിനും അമ്മയായ മറിയത്തിനും അവമാനം വരുത്തുന്നു. നിങ്ങളാണോ ഈ പെന്തക്കോസ്തകാരും ദൈവസഭക്കാര് സ്ത്രീകൾ തന്നെ വെള്ളവസ്ത്രം ഇട്ടിട്ട് ഈ തിരുവചനം വ്യഭിചരിക്കാൻ വേണ്ടി നടക്കുന്നത്? അദോണിയുടെ അമ്മ എം അദോണി എന്നാണ് ഹീബ്രുവില്. എം അദോണി യാഹ്വയുടെ അമ്മ. ലത്തീനില് മാഥർ ഡോമിനി മെയ്, എന്റെ കർത്താവിന്റെ അമ്മ. ഇത് തിരുവചനമാണ്. ലൂക്കാസിന്റെ സുവിശേഷം 1:43 ഞാൻ പറയുന്നത്. സുറിയാനിയിൽ പറയുമ്പോഴോ എമ്മേ ഇത് മാറി. അപ്പോ ഒരു പെന്തക്കോസ്തക്കാരൻ വന്നിട്ട് പറയാണ് മാർ എന്ന് പറഞ്ഞാല് ടാർണിഷ് എന്നാണ് അർത്ഥം. മാറെന്ന് വെച്ചാൽ ഇംഗ്ലീഷില്. എന്ത് വിവരമുണ്ട് ഈ പെന്തക്കോസ്തക്കാരന്? നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നതാണ്. മാർ എന്ന് പറഞ്ഞാല് ഇല്ലേ, മാർ എന്ന് പറഞ്ഞ മോശാർത്ഥമാണ്, ടാർണിഷ് എന്നുള്ള അർത്ഥമാണ്. അവർക്ക് സുറിയാനി അറിയോ? അരാമിയ അറിയോ? കർത്താവ് സംസാരിച്ച ഭാഷ. ഹീബ്രു അറിയോ? ഗ്രീക്ക് അറിയോ? മാർ എന്ന് പറഞ്ഞാൽ മോശം അർത്ഥമാണെന്നൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് ഈ പെന്തക്കോസ്തക്കാർക്ക് എങ്ങനെ കഴിയുന്നു? ഇത് മാറി എന്നാണ് സുറിയാനിയില്. പിശീത്ത സുറിയാനി 5-ാം നൂറ്റാണ്ടിൽ തർജ്ജമ ചെയ്തതാണ് ബൈബിള്. ആ ബൈബിളാണ് പലതരം വ്യാഖ്യാനിക്കാൻ നമ്മുടെ ഉറവിടം. കാരണം കർത്താവ് സംസാരിച്ച ഭാഷയാണ് ഈ അരാമിയ സുറിയാനി. അതിനോട് ചേർന്ന് വരുന്നതാണ്. ഈ അരാമിയ ഭാഷ എഡേസയിൽ വികാസം പ്രാപിച്ചപ്പോൾ, അരാമിയ ഭാഷ പാലസ്തീനിലെ അരാമിയ ഭാഷ എഡേസയിൽ വികാസം പ്രാപിച്ചപ്പോൾ ലഭിച്ച രൂപമാണ് ഈ പറഞ്ഞ സുറിയാനി. അതിനാൽ എലിസബത്ത് പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത് ഇത് മാറി എന്നാണ്. ഇത് മാറി. അപ്പൊ ഈ പെന്തക്കോസ്ത പാസ്റ്റർ മാർ എന്ന് പറഞ്ഞാൽ മോശമാണ് എന്ന് പറഞ്ഞ് നടക്കുമല്ലോ. മാർ തോമ എന്ന് പറഞ്ഞാൽ അത് മാർ എന്ന് പറഞ്ഞാൽ മോശമാണ്. സുറിയാനി, കർത്താവ് സംസാരിച്ച ഭാഷ അരാമിയ ഭാഷ അറിയാത്ത, സുറിയാനി അറിയാത്തവര് കർത്താവിനെ അവമാനിക്കുക, മറിയത്തെ അവമാനിക്കുക. എന്നിട്ട് തിരുവചനം ഞങ്ങൾക്ക് അറിയുള്ളെന്ന് പറഞ്ഞ് വീട് വീടാന്തൽ കയറി ഇറങ്ങി കർത്താവിനും മറിയത്തിനും സ്ത്രീകൾക്കും അമ്മയ്ക്കുമെതിരെ സംസാരിക്കുക. അവിടെ എലിസബത്ത് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായിട്ടെന്ന് എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിലെ പ്രചോദിതയായി എലിസബത്ത് എന്ന യഹൂദ സ്ത്രീ മറിയം എന്ന യഹൂദ സ്ത്രീയെ വിളിക്കുന്നത് ഇത് മാറി, എന്റെ കർത്താവിന്റെ അമ്മ എന്നാണ്. ഇതും തോമാസ് ലീഗായുമായി ബന്ധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ കർത്താവെ, എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നത് ഈശോയെയാണ്. ആ ഈശോയെ ഗർഭം ധരിച്ച് 10 മാസം ചുമന്ന് പ്രസവിച്ച് പാലൂട്ടിയ അമ്മയാണിത്. എന്നിട്ട് ആ അമ്മയെ മൊട്ടത്തോടാണെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കാൻ നിങ്ങളെ പിശാച് പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ആ കർത്താവ്, അതായത് ഈശോ എന്ന കർത്താവ്, അവൻ ദൈവമാണെന്ന് തോമാസ് ലീഗ് പ്രഖ്യാപിച്ചു. അതിനാൽ മറിയത്തെ ദൈവമാതാവ് എന്ന് ലത്തീൻ സഭ വിളിക്കുന്നു. മദർ ഓഫ് ഗോഡ്, ദൈവമാതാവ് എന്ന് വിളിക്കുന്നു. പൗരത്യ സഭകള് തയോത്തോക്കോസ് എന്ന് അവളെ വിളിക്കുന്നു. തയോത്തോക്കോസ് എന്ന് വെച്ചാൽ ദൈവവാഹക, ദ ബെയറർ ഓഫ് ഗോഡ്. എത്ര ശക്തമായ, എത്ര ദൈവശാസ്ത്രമായ സമ്പന്നമായ വാക്കാണിത്. നിത്യകന്യകയായ മറിയത്തിൽ നിന്ന് ജനിച്ചവനാണ് കർത്താവും ദൈവവുമായ ഈശോ എന്നാണ് അതിനർത്ഥം. നിത്യകന്യകയായ മറിയത്തിൽ നിന്ന് ജനിച്ചവനാണ് കർത്താവും ദൈവവുമായ ഈശോ. അവൻ ദൈവവും കർത്താവുമായത് കൊണ്ടാണ് കന്യകയിൽ ജനിച്ചത്. കന്യകയിൽ ജനിച്ചത് കൊണ്ടല്ല അവൻ ദൈവവും കർത്താവും ആയത്. അവൻ ദൈവവും കർത്താവുമായത് കൊണ്ടാണ് കന്യകയിൽ നിന്ന് ജനിച്ചത്. അവൾ നിത്യകന്യകയാണ്. ദൈവവും കർത്താവുമായ മറിയത്തിന്റെ ഗർഭത്തില് ഈശോയല്ലാതെ മറ്റൊരു കുഞ്ഞ് കിടന്നു എന്ന് വിശ്വസിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുമോ? വിചാരിക്കാൻ പോലും പറ്റുമോ? എന്നിട്ട് മറിയത്തിന് ഈശോയെ കൂടാതെ വേറെ മക്കളുണ്ടെന്ന് വാദിക്കാൻ നിങ്ങളെ പിശാച് തോന്നിപ്പിക്കുന്ന എന്തുകൊണ്ട്? എവിടെയാണ് ബൈബിളിൽ തെളിവുള്ളത്? ഈശോയുടെ സഹോദരന്മാരും സഹോദരിമാരും അവരാണ് മക്കളാണെന്ന് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ? അത് മറിയത്തിന്റെ മക്കളാണെന്ന് വ്യാഖ്യാനിക്കാൻ നിങ്ങളെ പിശാച് തോന്നിപ്പിക്കുന്ന എന്തുകൊണ്ട്?
ജോസഫ് മറിയത്തെ പുത്രനെ പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല. വരെ എന്നതിന് അതിനുശേഷം അറിഞ്ഞു എന്ന് അർത്ഥമുണ്ടെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? മരിക്കുന്നത് വരെ അവൾക്ക് മക്കളുണ്ടായില്ല എന്ന് മിഖാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാവീദന്റെ ഭാര്യ, സാവൂളിന്റെ മകള് ദാവീദന്റെ ഭാര്യ മിഖാലിന് മരിക്കുന്നത് വരെ മക്കളുണ്ടായില്ല. മരിച്ചതിന് ശേഷം മക്കളുണ്ടായോ? നീ മരിക്കുന്നത് വരെ ഞാൻ നിന്റെ ദൈവമായിരിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ മരിച്ചതിന് ശേഷം അവൻ കർത്താവ് അല്ലാണ്ടാകുമോ? അപ്പൊ വര എന്ന അർത്ഥത്തിന് അതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന അർത്ഥമുണ്ടോ? ഇതൊന്നും അറിയാതെ എങ്ങനെയെങ്കിലും കത്തോലിക്ക സഭയെ തകർക്കണമെന്ന് വിചാരിച്ച് തിരുവചനത്തെ വ്യഭിചരിക്കാനായിട്ട് മറിയത്തെ അവഹേളിക്കാൻ, സ്ത്രീകൾ അവഹേളിക്കാൻ, അമ്മയെ അവഹേളിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെതിരെയാണ് തോമസ് ലീഗ. അതുകൊണ്ട് ഈ പുതു ഞായറാഴ്ച എന്ന് പറയുന്നത് യഹോവ സാക്ഷികൾക്കും പെന്തക്കോസ്തക്കാർക്കും ദൈവസഭക്കാർക്കും എതിരെയാണ്. കാരണം മറിയത്തിൽ നിന്ന് ജനിച്ച ആ ഈശോയെ നോക്കിയിട്ടാണ് തോമസ് ലീഗ പറഞ്ഞത് എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ യാഹ്വേ, എന്റെ എലോഹിം എന്ന് പറഞ്ഞത്. അവൻ ആദ്യം മുതലേ ദൈവമാണ്, കർത്താവാണ്. അവൻ ആൽഫായും ഒമേഗയുമാണ്. ദൈവത്തെക്കുറിച്ച് ആൽഫായും ഒമേഗയും എന്ന് വെളിപാട് പുസ്തകം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അവൻ ആൽഫായും ഒമേഗയുമാണ്. എന്ന് വെച്ചാൽ ദൈവപിതാവിനോട് തുല്യനാണ് പുത്രൻ തമ്പുരാൻ. അവന് ആരംഭവും അവസാനവും ഇല്ല. പക്ഷേ ദൈവവും കർത്താവുമായ അവൻ ഭൂമിയിൽ മനുഷ്യനായി വന്നത് ഇപ്പൊ ഈ ആർട്ടമിസ് 2 പോലെ ഈ ചന്ദ്രനിലേക്ക് പോകാൻ ഉപയോഗിച്ചതിൽ റോക്കറ്റ് ഉപയോഗിച്ചിട്ടൊന്നുമല്ല. അവൻ ഭൂമിയിലേക്ക് വന്നത്, ദൈവവും കർത്താവുമായ അവൻ, ആൽഫയും ഒമേഗയുമായ അവൻ ഭൂമിയിലേക്ക് വന്നത് മറിയം എന്ന സ്ത്രീ ഗർഭം ധരിച്ച് മനുഷ്യനെ അവന് മനുഷ്യനായി ഗർഭം ധരിച്ച് അങ്ങനെയാണ് വന്നത്. 10 മാസം ചുമന്ന് അവളാണ് മുലപ്പാല് കൊടുത്തത്. അല്ലാതെ ഒരു റോക്കറ്റ് ഉപയോഗിച്ച് വരികയായിരുന്നില്ല ദൈവം ഭൂമിയിലേക്ക്. അതിനാൽ മറിയത്തിന്റെ കുടുംബം, യൗസേപ്പ് പിതാവ് എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഗർഭധാരണം, പ്രസവം, അമ്മിഞ്ഞ പാല് കൊടുക്കല് എല്ലാം പ്രധാനപ്പെട്ട സംഗതിയാണ്. അങ്ങനെയുള്ള ഒരു ദൈവവും കർത്താവുമായവനെ ഗർഭം ധരിച്ച സ്ത്രീയെ മൊട്ടത്തോടാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രവർത്തിക്കാൻ ഞാൻ ആവർത്തിക്കുന്നു, പിശാച് നിങ്ങളെ തോന്നിപ്പിക്കുന്ന എന്തുകൊണ്ട്? കുടുംബത്തിൽ ശിശുവായി മാതാപിതാക്കളെ പരിലാളന ഏറ്റ് ആണ് ദൈവം മനുഷ്യനായത്. നമ്മുടെ കുടുംബത്തിൽ എന്തുമാത്രം ശക്തമായി നമ്മുടെ കുടുംബ ബന്ധം നിൽക്കണം എന്നെല്ലാം തോമസ് ലീഗ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നുണ്ട്. കാരണം അവൻ എന്റെ കർത്താവേ, എന്റെ ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ആരെയെക്കുറിച്ചാണോ അവൻ ഭൂമിയിൽ മനുഷ്യനായി വന്നത് ഇതുപോലൊരു കുടുംബത്തിലാണ്. ആ കുടുംബത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന സകല ശ്രമങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അത് ഗർഭഛിദ്രമാകട്ടെ, ദയാവധമാകട്ടെ, കൃത്രിമമായ ഗർഭനിരോധന മാർഗങ്ങളാകട്ടെ, അക്രമമാകട്ടെ, പിന്നെ എനിക്ക് ഈ ജോലി മതി, കല്യാണം വേണ്ട, മക്കൾ വേണ്ട എന്നെല്ലാം പറയുന്ന ഇപ്പോഴത്തെ ഈ പുതിയ ഫിലോസഫികളൊക്കെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. കാരണം അതെല്ലാം ദൈവത്തിനെതിരാണ്, ദൈവവചനത്തിനെതിരാണ്, തോമസ് ലീഗയുടെ വിശ്വാസ സത്യത്തിനെതിരാണ്. ചെറിയ കാര്യങ്ങളല്ല തോമസ് ലീഗ പറഞ്ഞത്. അതിനാൽ കർത്താവിന്റെ സർവശക്തി എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാകാനുള്ള കഴിവ് കൂടിയാണ്. നമ്മളും ഈ പറഞ്ഞ അവൻ കർത്താവാണ്, അവൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ വിശ്വാസം പ്രഖ്യാപിക്കാൻ നമ്മളും ചെറുതാകണം. കാരണം ഇത് എളുപ്പമല്ല. നമ്മൾ വലിയ ആളുകളാണെന്ന് വിചാരിച്ച് ഈ തോമാസിലേക്ക് നേരിട്ട് മാമോസം മുഖ്യെന്നും വിചാരിച്ച് മിണ്ടാതിരുന്നാൽ ഈ പറഞ്ഞ വിശ്വാസ സത്യം പ്രചരിപ്പിക്കപ്പെടുകയില്ല, പ്രഖ്യാപിക്കപ്പെടുകയില്ല. നമ്മളും ഒരല്പം താഴണം. അപ്പൊ ഈ പെന്തക്കോസ്ത ദൈവസഭക്കാരനൊക്കെ ചിലർ പഠിക്കാനുണ്ട്. അവർ വീട് വീടതരം കയറി ഇറങ്ങി പ്രസംഗിക്കുന്നത് അതൊരു മാതൃക നമുക്ക്. പക്ഷെ അവർ പഠിപ്പിക്കുന്ന കാര്യമല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. അവർ ചെയ്തോട്ടെ, അവർ ചെയ്തിട്ട് കുറെ പേര് കർത്താവില് ഈ ഒഴുകുന്ന വെള്ളത്തിലൊക്കെ മുങ്ങി യോഹന്നാന്റെ മാമോദീസ അവർ മുങ്ങിക്കഴിയുമ്പോൾ പിന്നെ അവരെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് ശരിക്കും കർത്താവിന്റെ പാർശ്വത്തിൽ ഒഴുകിയ ആ ജീവജലത്തിൽ മാമോദിസം മുക്കി ക്രിസ്ത്യാനികളാക്കാം. അപ്പൊ അവര് വീട് വീടാന്തരം കയറി ഇറങ്ങി അവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. കാരണം ആ ധൈര്യം അവർക്കുണ്ടല്ലോ. കത്തോലിക്കരായിരുന്നു അവർക്ക് ഇല്ലാത്ത ധൈര്യം ഇപ്പോഴും ഉണ്ട്. കത്തോലിക്കർക്കും ആ ധൈര്യം ഉണ്ടാകട്ടെ. നമുക്കും വീട് വീടാന്തരം കയറി ഇറങ്ങി തോമസ് ലീഗ പ്രഖ്യാപിച്ച വിശ്വാസ സത്യത്തിന്റെ ആഴങ്ങൾ പ്രചരിപ്പിക്കാൻ നമുക്ക് അന്ന് അവർ കത്തോലിക്കരായിരുന്നപ്പോൾ ഇല്ലാത്ത ധൈര്യം അവർക്ക് ഇപ്പൊ എങ്ങനെ വന്നു? ആ ധൈര്യം നമുക്കുണ്ടാകട്ടെ. സത്യവിശ്വാസത്തെ പ്രതി, സത്യവിശ്വാസത്തിനെതിരല്ല, സത്യവിശ്വാസത്തെ പ്രതി. ഈ ഒരു കാര്യവും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ക്രിസ്ത്യാനികൾ തന്നെ ഹിന്ദുക്കളുടെ ഔദാര്യത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന PC ജോർജിനെ പോലുള്ളവർ പഠിപ്പിക്കുന്ന ഈ മണ്ടന്മാരായ ക്രിസ്ത്യാനികളുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്, മറിച്ച് പറയേണ്ടതുണ്ട്.
ഞാൻ പണ്ട് 2000-ല് ഫോൾട്ട് നാഷണലിസം എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഞാൻ ഒരു ലേഖനം എഴുതിയിരുന്നു. ഈ പറഞ്ഞ തെറ്റായ ഈ ചിന്താഗതി ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. 2000-ൽ PC ജോർജിനെ പോലുള്ള മണ്ടന്മാർ അന്നും ഇന്നും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അന്ന് തന്നെ എഴുതിയത്. ഇംഗ്ലീഷ് പത്രങ്ങൾ എഴുതിയായിരുന്നു. അതായത് ഈ തെറ്റായ ചിന്താഗതികൾ എപ്പോഴാണ് ഹിന്ദുക്കൾ വന്നത്, എപ്പോഴാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായത്, എവിടെയാണ് ഈ വക കാര്യങ്ങളൊന്നും പഠിക്കാതെ വെറുതെ വായ തോന്നി കോതയ്ക്ക് പാട്ടായിട്ട് നടക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ സുവിശേഷം പ്രഘോഷിക്കേണ്ടതുണ്ട്. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. കാരണം എല്ലാ വശത്തു നിന്നും, ഉള്ളിൽ നിന്നും പുറത്തു നിന്നും അറിവില്ലായ്മയുടെ ശത്രുക്കള്, അറിവില്ലായ്മ ജന്മം കൊടുത്ത ആ ശത്രുക്കൾ നമ്മളെ ആക്രമിക്കുകയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പ്രതി എഴുന്നേറ്റ് നിൽക്കേണ്ട സമയമായിരിക്കുന്നു. ഏതായാലും നമ്മൾ മരിക്കും. അത് വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരു നിമിഷം വിശ്വാസത്തിന് മരിക്കുന്നതാകട്ടെ. ക്യാൻസർ വന്നും കോവിഡ് വന്നും മരിക്കാതെ നമുക്ക് വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.